തടസ്സങ്ങളില്ലാതെ തോംസൺ പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, എ കണിച്ചായി പ്രൊഡക്റ്റ്. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും സാധാരണ മനുഷ്യരെ അതിന്റെ കുറ്റബോധം വേട്ടയാടാം. എന്നെങ്കിലും താൻ പിടിക്കപ്പെടുമെന്ന ഭീതി നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ആരും അറിയില്ലെന്ന് കരുതി എത്ര രഹസ്യ സ്വഭാവവും ആസൂത്രണവും ഉണ്ടെങ്കിലും ഒരിക്കൽ നിയമത്തിന്റെ മുന്നിൽ കുടുങ്ങുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേരളത്തെ ഞെട്ടിച്ച 2 സംഭവങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. കൊല്ലത്ത് സൈക്കിൾ യാത്രികനായ വയോധികനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസും ആലപ്പുഴ പൂച്ചാക്കലിലെ നവജാത ശിശുവിന്റെ ദുരൂഹ മരണവും. ജീവിതത്തിൽ സംഭവിച്ച ചെറിയ തെറ്റ് മറയ്ക്കാനായിരുന്നു ഈ 2 കൊലപാതകവും. 2 കേസുകളിലും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ്. ആ കേസുകളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി സ്ത്രീകളെക്കുറിച്ച് ഈ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ക്രിമിനൽ ബുദ്ധി മറ്റു പല കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. കൊല്ലത്തെ റിട്ടയർഡ് എഞ്ചിനീയറായ പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി സരിത അതീവ സമർത്ഥമായാണ് കൃത്യം നടപ്പാക്കിയത്. കൊലപാതകത്തിന് മുൻപ് 5 പ്രതികളും വ്യാജരകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ സംഘടിപ്പിച്ചിരുന്നു. കൊട്ടേഷൻ സംഘങ്ങളടക്കമുള്ള പ്രതികൾ കൃത്യത്തിന് ശേഷം കൊച്ചിയിലെത്തി നിശാജീവിതം ആസ്വദിച്ചും യാത്രകൾ ചെയ്തുമാണ് സമയം ചെലവഴിച്ചത്. CCTV സ്ഥാപിക്കാത്ത ഇടം കൃത്യത്തിനായി തെരഞ്ഞെടുത്തതും ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്തതോടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് നിർണായക വിവരങ്ങളാണ്. ബാങ്ക് മാനേജരായിരുന്ന 1-ാം പ്രതി സരിത ഒഴികെ മറ്റു 4 പ്രതികളെയും കൂട്ടിയാണ് പോലീസ് കൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക രീതി പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പാപ്പച്ചനെ കൊലപ്പെടുത്തിയതിനു ശേഷം വൈറ്റിലയിലും തമ്മനത്തുമാണ് പ്രതികൾ താമസിച്ചത്. 2 ദിവസം കൊച്ചിയിൽ നിശാജീവിതം ആസ്വദിക്കാനും ഗുണ്ടാ സംഘത്തിലെ ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനും സമയം ചെലവഴിച്ചതായി പ്രതികൾ മൊഴി നൽകി. പാപ്പച്ചൻ സൈക്കിളിലെത്തിയപ്പോൾ 4-ാം പ്രതി അനുമോൻ കാറിടിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. ഇത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു സംഘം കണക്ക് കൂട്ടിയിരുന്നത്. അടുത്തെങ്ങും CCTVകൾ ഇല്ലാതിരുന്നതിനാൽ ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലം തെരഞ്ഞെടുത്തു. എന്നാൽ ഏറെ അകലെയുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ കാറിന്റെ ദൃശ്യം പതിഞ്ഞതോടെ അനുമോന്റെ കണക്കുകൂട്ടലുകൾ പാളി. അഞ്ചു പ്രതികളെ 4 സ്റ്റേഷനുകളിലായി വെവ്വേറെ പാർപ്പിച്ച് മൊഴിയെടുക്കുകയായിരുന്നു ഇതുവരെ ചെയ്തത്. തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ വരും ദിവസങ്ങളിൽ ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. 5 പ്രതികളും വ്യാജരേഖ ഉപയോഗിച്ച് സിം കാർഡുകൾ സംഘടിപ്പിച്ച ശേഷമാണ് കൃത്യം നടത്തിയതെന്നും പോലീസിന് സംശയമുണ്ട്. നിയമബിരുദധാരിയായ സരിത ക്രിമിനൽ ബുദ്ധിയുള്ളയാളാണെന്നും പോലീസ് വിലയിരുത്തുന്നു. ആദ്യ 4 പ്രതികളുടെ 8 ദിവസത്തെ കസ്റ്റഡി കാലാവധി 17-ന് പൂർത്തിയാകും. നിക്ഷേപത്തുക തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ കൊട്ടേഷൻ നൽകി കൊല്ലം ആശ്രാമം സ്വദേശി പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിൽ 30 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊട്ടാരക്കര. ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ ദുരൂഹ മരണം കേരളത്തിന്റെ മനസാക്ഷിക്കേറ്റ മുറിവാണ്. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കാൻ കഴിയുമോ എന്ന സംശയം പലർക്കുമുണ്ടാകാം. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൊലപാതകമെന്ന സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിലവിൽ ചികിത്സയിലുള്ള ഡോണയെ ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ വ്യക്തത കൈവരൂ. കുഞ്ഞിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ 2ഉം 3ഉം പ്രതികളെ 6 ദിവസത്തേക്ക് പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. വ്യാഴാഴ്ച തകഴിയിലെത്തിച്ച് ഇരുവരുടെയും
തെളിവെടുപ്പ് നടത്തും. കേസിൽ ഒന്നാം പ്രതിയും കുഞ്ഞിന്റെ അമ്മയുമായ ഡോണയെ ചോദ്യം ചെയ്യാതെ രഹസ്യങ്ങളുടെ ചുരുളഴിയില്ല എന്ന കണക്കുകൂട്ടലിലാണ് പോലീസ്. ഡോണ പോലീസിനോടും ചികിത്സിക്കുന്ന ഡോക്ടറോടും രക്ഷകർത്താക്കളോടുമെല്ലാം കുട്ടി മരിച്ചതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. നിലവിൽ റിമാൻഡിലാണെങ്കിലും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ പൂച്ചക്കൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം ഡോണയുടെ ആൺ സുഹൃത്ത് തോമസിനെയും കൂട്ടുകാരൻ അശോക് ജോസഫിനെയും വ്യാഴാഴ്ച തകഴിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പൂച്ചാക്കലിലേക്ക് ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും പാടശേഖരത്തിൽ കുഞ്ഞിനെ മറവ് ചെയ്യാൻ ഉപയോഗിച്ച മൺവെട്ടിയുമൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞതാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബ്. എന്നാൽ മലപ്പുറം എടവണ്ണയിലെ വാഹനം കത്തിക്കൽ കേസിൽ കൊട്ടേഷൻ ഏറ്റെടുത്തത് ഔറംഗസേബ് എന്ന് വിവരം. എടവണ്ണ സ്വദേശിയുടെ വാഹനം കത്തിച്ച കേസിൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്ന ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ അനസിനെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരുന്നു. മലപ്പുറം എടവണ്ണയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട 2 വാഹനങ്ങൾ കത്തിച്ച കേസിലാണ് എറണാകുളം സ്വദേശിയും ഗുണ്ടാ നേതാവുമായ ഔറംഗസേബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരാൾ പിടിയിലായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഔറംഗസേബിലേക്ക് അന്വേഷണം എത്തിയത്. കൊട്ടേഷന്റെ ഭാഗമായാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എടവണ്ണ ആര്യൻതൊടിയിൽ കഴിഞ്ഞ 29-ന് പുലർച്ചെയാണ് സംഭവം. ആര്യൻതൊടി അഷ്റഫിന്റെ വീട്ടിൽ പോർച്ചിൽ നിർത്തിയിട്ട 2 വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ആരെങ്കിലും മനഃപൂർവ്വം തീവച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് അഷ്റഫ് എടവണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളിൽ ഒരാൾ പിടിയിലായത്. നമ്പർ ബോർഡില്ലാത്ത കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വാഹനം മങ്കടിയിൽ വെച്ച് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു. അപകട വിവരം പുറത്തു പറയാതിരിക്കാൻ പിക്കപ്പ് ഉടമയ്ക്ക് പണം നൽകി രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ ശ്രമം. കാറിലെത്തിയ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ പിടിയിലാകുന്നത്. 4 പേർ ചേർന്നാണ് വാഹനങ്ങൾക്ക് തീയിട്ടതെന്ന് പോലീസ് പറഞ്ഞു. വാഹനം കത്തിക്കൽ കേസിൽ കൊട്ടേഷൻ ഏറ്റെടുത്തത് ഔറംഗസേബ് എന്നാണ് വിവരം. പ്രതിയെ നിരീക്ഷിച്ച ശേഷമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഔറംഗസേബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി, മലപ്പുറം. തൃശൂർ ചേലക്കരയിലെ ഓട്ടോ ഡ്രൈവറായ അനീഷിന് കഴിഞ്ഞ രാത്രി ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. ചേലക്കരയിൽ നിന്നും ഓട്ടം വിളിച്ചുകൊണ്ടുപോയി അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഒരു സംഘം ആളുകൾ ചേർന്നാണ്. ഓട്ടോറിക്ഷയും തല്ലി തകർത്തു. മർദ്ദനത്തിൽ ഇയാളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ക്ഷതമേറ്റിട്ടുണ്ട്. മർദ്ദനത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അനീഷ് ചേലക്കര പോലീസിന് പരാതി നൽകി. ചേലക്കരയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ വെങ്ങാനെല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനെയാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. ഉതുവടി പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ചേലക്കരയിൽ നിന്നും ഓട്ടോ വിളിച്ചുപോയ ഉതുവടി സ്വദേശിയായ യാത്രക്കാരന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദിച്ചതെന്ന് അനീഷ് പറഞ്ഞു. അക്രമികൾ ഓട്ടോയുടെ ഗ്ലാസ് തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ആളെന്റെ കഴുത്തിന് പിടിച്ചു. അപ്പൊ ഞാൻ കൈ തട്ടി മാറ്റിയപ്പോ ആള് മുഖത്തടിച്ച് എണ്ണാക്കി മാറ്റി. അതിനുശേഷം പുള്ളിയുടെ ആളുകൾ വിളിച്ചു കൊണ്ടുവന്ന ഒരു 15-18 മേലെ ആളുകളുണ്ട്. എന്നെ വളഞ്ഞിട്ട് തല്ലി. ആക്രമണത്തിൽ പരിക്കേറ്റ അനീഷ് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനത്തിൽ ഇയാളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ക്ഷതമേറ്റിട്ടുണ്ട്. മർദ്ദനത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അനീഷ് പോലീസിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ.
വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും ഓട്ടോയിൽ കയറിയ തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയതാണ് ഒടുവിലത്തെ സംഭവം. 2 കാറുകളിലായെത്തിയ 8-അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. തകരപ്പറമ്പിലെത്തിയപ്പോൾ ഓട്ടോ തടഞ്ഞു നിർത്തി തമിഴ്നാട് സ്വദേശിയെ മർദ്ദിച്ച് അവശനാക്കിയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഡ്രൈവറുടെ മൊഴിയിലുണ്ട്. സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിയയാൾ വിമാനത്താവളത്തിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചു. നാഗർകോവിലിലേക്ക് ബസ് കിട്ടുന്ന സ്ഥലത്ത് ഇറക്കാനായിരുന്നു ആവശ്യം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് പറഞ്ഞാണ് ചാക്ക സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വൈശാഖ സ്റ്റാൻഡിൽ നിന്ന് വാഹനമെടുത്തത്. തകരപ്പറമ്പിലെത്തിയപ്പോൾ 2 കാറുകളിലായെത്തിയ 8-അംഗ സംഘം ഓട്ടോ തടഞ്ഞു നിർത്തുകയും വാഹനത്തിനുള്ളിൽ ഉള്ള ആളെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ച തനിക്കും മർദ്ദനമേറ്റതായി ഓട്ടോ ഡ്രൈവർ വഞ്ചൂർ പോലീസിന് മൊഴി നൽകി. ഇവിടെ നേരെ പോയി തമ്പാനൂർ പോയിട്ട് എന്നിട്ട് തിരുനെൽവേലിക്ക് പോകാനുള്ള ആളാണ്. പുള്ളിക്കാരൻ തമിഴാണ് സംസാരിച്ചത്. പിന്നെ പോണ വഴിക്ക് തന്നെ തകരപ്പറമ്പിന്റെ അവിടെ വെച്ച് വേറൊരു ഷിഫ്റ്റ് കാറ്, വെള്ള കാറ് വന്നായിരുന്നു. ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പുള്ളിക്കാരനെ ഒന്നും പറയാതെ അകത്ത് കയറി അടിക്കുകയും ചെയ്തു. പിടിച്ച് വലിച്ചിട്ടു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് കാര്യം എന്തെന്ന് വെച്ചപ്പോൾ എന്റെ കൈ പിടിച്ച് വളച്ചു വെച്ച്, എന്നിട്ട് പയ്യനെ ഇടയിൽ കൂടെ തന്നെ എടുത്തുകൊണ്ട് കാറിന്റെ അകത്തിട്ടുകൊണ്ട് പോയായിരുന്നു. അപ്പോഴെന്നെ ഞാൻ നേരെ ഫോർട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തായിരുന്നു. ഇങ്ങനെ ഒരു ആളെ മിസ്സിംഗ് ആണ്, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. വേറെ ഒന്നും അറിയില്ല. പുള്ളിക്കാരെ ഇടയ്ക്ക് മലയാളം പറയണുണ്ട്, പയ്യൻ മലയാളം പറയണുണ്ട്. 30 വയസ്സേ വരുള്ളൂ. ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നറിയാൻ വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. യാത്രക്കാരന്റെ കൈവശം ഒരു ബാഗ് പോലും ഉണ്ടായിരുന്നില്ലെന്നും ഡ്രൈവറുടെ മൊഴിയിലുണ്ട്. ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും തട്ടിക്കൊണ്ടുപോയ തകരപ്പറമ്പിലെ ദൃശ്യങ്ങളും വഞ്ചൂർ പോലീസ് ശേഖരിച്ചു. വൈകിട്ടോടെയാണ് പൂന്തുറ പരുത്തിക്കുഴിയിൽ നിന്ന് കാർ കണ്ടെത്തിയത്. ഇത് വെള്ളായണി കാക്കാമൂല സ്വദേശിയുടേതാണ്. കാർ ഉപേക്ഷിച്ച സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്ക് സംഭവിച്ച ഗുരുതര പിഴവ് ഒരു 7 വയസ്സുകാരന്റെ ഭാവിയും സ്വപ്നങ്ങളുമാണ് തകർത്തത്. മകന്റെ ഭാവി ജീവിതത്തെ ഓർത്തുള്ള ആശങ്കയിലാണ് അവന്റെ മാതാപിതാക്കളും. ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി കുഞ്ഞിന്റെ ശരീരത്തിൽ തുളച്ചു കയറിയതോടെയാണ് ഈ ദുരവസ്ഥ. ഇതോടെ കുട്ടിക്ക് 14 വർഷം തുടർച്ചയായി HIV, TB ടെസ്റ്റുകൾ നടത്തേണ്ട ഗതികേടിലാണ് ആ കുടുംബം. വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ മാസം 19-നാണ് ഗുരുതര സംഭവം. പനിബാധിതനായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ ശരീരത്തിലാണ് ആശുപത്രിയിലെ ജീവനക്കാർ ഉപയോഗശേഷം അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി തുളച്ചു കയറിയത്. ഉടൻ തന്നെ കുട്ടിയെ തുടർ പരിശോധനയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിലെ ബെഡിലോട്ട് കിടത്തിക്കൊള്ളാൻ പറഞ്ഞു, അവിടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ആ ബെഡിനകത്തോട്ട് കുട്ടി കയറിയിരിക്കുകയും ഈ ബെഡിന്റെ മേളിലൊരു റെക്സിൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ബെഡിന്റെ റെക്സിൻ ഷീറ്റിന്റെ ഇടയ്ക്കായിരുന്നു ഈ സൂചി ഇരുന്നത്. കാണാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടി കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എന്തോ കുത്തിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് റെക്സിൻ ഷീറ്റ് മാറ്റി നോക്കുമ്പോഴാണ് സിറിഞ്ച് സൂചിയായിട്ട് ഇങ്ങനെ മേളിലോട്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കി. ഉപയോഗിച്ച സൂചിയായതുകൊണ്ട് തന്നെ HIV, TB അടക്കമുള്ള ടെസ്റ്റുകൾ പൂർത്തീകരിച്ച 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. എന്നാൽ നിർദ്ദേശിച്ച ടെസ്റ്റുകളിൽ ഭൂരിഭാഗവും മെഡിക്കൽ കോളേജിൽ ഇല്ലായിരുന്നു. അർദ്ധരാത്രിയിൽ പനിബാധിതനായ കുട്ടിയുമായി സ്വകാര്യ ലാബിലെത്തിയാണ് ടെസ്റ്റുകൾ എടുത്തത്. റിപ്പോർട്ട് ലഭ്യമായതാകട്ടെ 4 ദിവസത്തിന് ശേഷവും. 10 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വന്ന് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഒരു അറ്റൻഡർ ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നമ്മുടെ ലാബിൽ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു.
പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 7 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് നമുക്ക് 72 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇത് ആരുപയോഗിച്ചാണെന്നോ എന്താണെന്നോ അവർക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. പരിശോധനാ ഫലവുമായി ആശുപത്രിയിലെത്തിയ കുടുംബം ഞെട്ടി. ടെസ്റ്റുകൾ നെഗറ്റീവ് ആണെങ്കിലും 3 മാസത്തിലൊരിക്കൽ വെച്ച് 14 വർഷം തുടർച്ചയായി കുട്ടിയെ HIV, TB ടെസ്റ്റുകൾക്ക് വിധേയമാക്കണം. പക്ഷേ നെഗറ്റീവാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കാലക്രമേണ നമ്മളിത് എപ്പോഴും ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് 3 മാസം ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കണം. അതിലൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞെന്നാൽ കേസ് കൊടുക്കാം. അന്നേരം തന്നെ SHOയ്ക്ക് പെറ്റീഷൻ കൊടുത്തു, ചെയർപേഴ്സണിന് പരാതി കൊടുത്തു, ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മെയിൽ അയച്ചു ഞാൻ, പിന്നെ മന്ത്രി വീണ ജോർജിന് മെയിൽ അയച്ചു. ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അലക്ഷ്യം ഇങ്ങനെ അനാസ്ഥ മൂലം സംഭവിച്ചതിന് എൻ്റെ കുട്ടിയുടെ കാര്യങ്ങൾക്കെല്ലാം വെച്ചിട്ട് മെഡിക്കൽ റിപ്പോർട്ടെല്ലാം വെച്ചിട്ട് ഞാൻ വീണ ജോർജിന് മെയിൽ അയച്ചിരുന്നു. ഇനിയിപ്പോ കുഞ്ഞിന് 14 വർഷം ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് 14 വർഷം ടെസ്റ്റുകൾ നടത്തണം അല്ലേ? അവർ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അലക്ഷ്യമായിട്ട് വിടണ്ട. പനിയായിട്ടോ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും ഈ ടെസ്റ്റുകൾ നടത്തണം. ജീവനക്കാരുടെ ഗുരുതര അലംഭാവം മൂലം 14 വർഷമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും കുടുംബം പരാതി നൽകി. കായംകുളം പോലീസ് ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്തു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കോഴിക്കോട് പന്തീരാങ്കാവിലെ രാഹുലും പറവൂർ സ്വദേശിനി നിമയും ഒന്നിച്ച് ജീവിക്കട്ടെ. അതിന് കേസും മറ്റു നടപടികളും തടസ്സമാകരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേസ് റദ്ദാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാരും അറിയിച്ചു. എന്നാൽ ഭർത്താവിനെതിരെ യുവതി നേരത്തെ ഉന്നയിച്ച പരാതികൾ ഗൌരവമുള്ളതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതി രാഹുലും പരാതിക്കാരിയും ഹൈക്കോടതിയിൽ ഹാജരായപ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. കൗൺസിലിംഗ് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിനും പരാതിക്കാരിക്കും കൗൺസിലിംഗ് നൽകണമെന്നും കൗൺസിലിംഗിന് ശേഷം റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 21-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതുവരെയും ഇരുവർക്കുമെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കൗൺസിലിംഗിന് ശേഷം ഗാർഹിക പീഡന കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. അവരെ രണ്ടുപേരെയും വിളിപ്പിച്ചു. രണ്ടുപേരും അടുത്ത് കോടതി തന്നെ നേരിട്ട് കേട്ടു. അതിനുശേഷം ഇവരെ കൗൺസിലിംഗിന് വിട്ടേക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിന്റെ ബേസിസിൽ അവരെ കൗൺസിലിംഗിന് വിട്ടേക്കുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം, രാഹുലിന് എഗൻസ്റ്റുള്ള സ്റ്റെപ്സ് എല്ലാം തൽക്കാലം നിർത്തിവെച്ചേക്കുകയാണ്. ബാക്കി എന്നിട്ട് കോടതി കൗൺസിലിംഗിന്റെ തീരുമാനത്തിനനുസരിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കും. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേസ് റദ്ദാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പ്രതിക്കെതിരെയുള്ള പരാതി ഗുരുതരമാണെന്നും ഒരുമിച്ചുള്ള ജീവിതത്തിന് കേസ് തടസ്സമാകരുതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരിയുടെ ശരീരത്തിൽ മാരക മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല പരാതി പിൻവലിക്കുന്നതെന്ന് യുവതി വ്യക്തമാക്കി. അതേസമയം ഗുരുതരമായ കള്ളക്കേസ് ചമച്ച് നിയമ സംവിധാനങ്ങളെയും പൊതുജനത്തെയും കബളിപ്പിച്ചതിന് തുടർ നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് നിയമവിദഗ്ധരുടെ നിരീക്ഷണം. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട്ടെ AIF നേതാവ് ഷാഹിന ആത്മഹത്യ ചെയ്ത സംഭവം CPI നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പ്രവാസിയായ യുവാവിനെയും അയാളുടെ മക്കളെയും തനിച്ചാക്കി ഷാഹിന ജീവനൊടുക്കിയതിൽ CPI നേതാവ് സുരേഷ് കൈതച്ചിറയ്ക്ക് പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷിനെ അറസ്റ്റ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സുരേഷ് കൈതച്ചിറയെ അറസ്റ്റ് ചെയ്യുന്നതുവരെയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഷാഹിനയുടെ ഭർത്താവ് സാദിഖ് പറഞ്ഞു. ജൂലൈ 22-ന് ഷാഹിനയെ മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു.
ഇതിനു പിന്നാലെ ഷാഹിനയുടെ മരണത്തിന് കാരണം CPI നേതാവ് സുരേഷ് കൈതച്ചിറയാണെന്ന ആരോപണവുമായി ഭർത്താവ് സാദിഖ് രംഗത്തു വന്നു. സുരേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഹിനയുടെ ഭർത്താവ് സാദിഖ്, മക്കൾ, സഹോദരിമാർ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ ധർണ നടത്തി. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വീടും സ്ഥലവും വിറ്റ 12 ലക്ഷം രൂപയും വിവിധ വായ്പകൾ എടുത്ത തുകയും കച്ചവട സ്ഥാപനത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സുരേഷ് തട്ടിയെടുത്തുവെന്നാണ് ഷാഹിനയുടെ കുടുംബത്തിന്റെ ആരോപണം. സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് CPI നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സുരേഷിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഷാഹിനയുടെ ബന്ധുക്കളുടെ തീരുമാനം. അതേസമയം ഷാഹിനയുടെ ഭർത്താവ് സാദിഖിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPI അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. കുറ്റവാളികളുടെ മുൻപിൽ മനോധൈര്യം കൈവിടാതെ പിടിച്ചു നിന്നാൽ പല അതിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അതിനുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നൊരു സംഭവം. താനെയിലെ സ്വർണ്ണക്കടയിൽ തോക്കുമായി എത്തിയ മോഷ്ടാക്കളെ കടവുടമ തുരത്തിയത് ഒരു വടി ഉപയോഗിച്ചാണ്. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് താനെ പോലീസ് സ്ഥലത്തെത്തി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. കടവുടമയുടെ ധീരതയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ്. അപ്രതീക്ഷിതമായിരുന്നു ആ മോഷണ ശ്രമം. താനെ നഗരത്തിലെ ബൽക്കം ബ്ലോക്കിലെ ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന 4 യുവാക്കൾ. ഒരാൾ ഹെൽമറ്റ് വെച്ചിരിക്കുന്നു, മറ്റുള്ളവർ തൊപ്പി ധരിച്ച് മുഖം മറച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവരിൽ 2 പേർ തോക്കുകളെടുത്ത് ചൂണ്ടി. എല്ലാവരും ചേർന്ന് കടയുടമയെ ഭീഷണിപ്പെടുത്തുകയും സാധനങ്ങൾ അപഹരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ആദ്യം ഒന്ന് പകച്ച കടയുടമ കീഴടങ്ങിയതുപോലെ പതിയെ എഴുന്നേറ്റു. മോഷ്ടാക്കൾക്ക് ചിന്തിക്കാൻ പോലും ഇടകിട്ടും മുമ്പേ സമീപത്തിരുന്ന വടിയെടുത്ത് ആഞ്ഞു വീശി. വിരണ്ടോടിയ മോഷ്ടാക്കളുടെ പിന്നാലെ ഉടമ ഓടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് താനെ പോലീസ് സ്ഥലത്തെത്തി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെട്ട 3 പേർക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കി. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കടയുടമയുടെ ധീരതയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം അഭിനന്ദനം ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 മുംബൈ. കോഴിക്കോട് താമരശ്ശേരിയിലും അടിവാരത്തും വൻ ലഹരിമരുന്ന് വേട്ട. 20 ഗ്രാം MDMA-യുമായി പുതുപ്പാടി സ്വദേശി സലാഹുദ്ദീൻ അടിവാരത്തും 2 ഗ്രാം MDMA-യുമായി തച്ചമ്പോയിൽ സ്വദേശികളായ തഹീബ്, ഷജീർ എന്നിവർ താമരശ്ശേരിയിലുമാണ് പിടിയിലായത്. ഒരു കാറും ഒരു ബൈക്കും പോലീസ് പിടിച്ചെടുത്തു. പുതുപ്പാടി അടിവാരം സ്വദേശി KK സലാഹുദ്ദീൻ, തച്ചമ്പോയിൽ സ്വദേശികളായ CK തർഹിബ്, PC ഷജീർ എന്നിവരാണ് MDMA-യുമായി താമരശ്ശേരി പോലീസിന്റെ പിടിയിലായത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അർവിന്ദ് സുകുമാർ IPSന് കീഴിലുള്ള പ്രത്യേക സ്ക്വാഡ് നടത്തിയ നീക്കത്തിൽ 20.25 ഗ്രാം MDMA-യുമായാണ് സലാഹുദ്ദീൻ പിടിയിലായത്. പോലീസിനെ കണ്ട് അടിവാരം ചൂരൽ ബദൽ റോഡിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കമ്പിവേലിമേൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഇയാളുടെ ബൈക്കും ഇലക്ട്രോണിക് തുലാസും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെ മൊത്തക്കച്ചവടക്കാരിൽ നിന്നാണ് ഇയാൾ MDMA വാങ്ങുന്നതെന്ന് പോലീസിന് മൊഴി നൽകി. ലഹരിക്കടിമയായ സലാഹുദ്ദീൻ വർഷങ്ങളായി ലഹരി വിൽപ്പന നടത്തിവരികയാണ്. പിടികൂടിയ MDMA-ക്ക് 60,000 രൂപയിലധികം വില വരും. ഇയാൾ മുൻപ് വയനാട്ടിലെ വാഹനമോഷണ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി DYSP P പ്രമോദിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ S സായുജ് കുമാർ, SI RC ബിജു, സ്പെഷ്യൽ സ്ക്വാഡ് SI രാജീവ് ബാബു, സീനിയർ CPOമാരായ NM ജയരാജൻ, PP ജിനീഷ്, M മുജീബ്, K ബിബീഷ്, K ബിപിൻ രാജ്, CPO രാകേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ലഹരിമരുന്ന് പിടികൂടിയത്.
പോലീസ് പട്രോളിംഗ് സംഘം താമരശ്ശേരി ടൗണിലെ മിനി ബൈപ്പാസ് റോഡിൽ പുലർച്ചെ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാർ പരിശോധിച്ചപ്പോഴാണ് CK തർഹീബ്, PC ഷജീർ എന്നിവർ പിടിയിലായത്. 2 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം വെട്ടുകത്തി ജോയ് വധക്കേസിൽ മുഖ്യാസൂത്രകനും 2ാം പ്രതിയുമായ അൻവർ ഹുസൈൻ കീഴടങ്ങി. 1ാം പ്രതി സജീറിന്റെ സഹോദരി ഭർത്താവാണ് അൻവർ ഹുസൈൻ. പത്തനംതിട്ടയിൽ 3.5 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. പിടിയിലായത് അസം സ്വദേശികളായ ഹുസൈൻ അലി, മുഹമ്മദ് സഹറുദ്ദീൻ എന്നിവർ. കരുവന്നൂർ മൂർക്കനാട് ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പിടിയിലായത് വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. തൃത്താലയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഇലക്ട്രിക് വയർ മോഷണം. വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മക്കളെ ശിക്ഷിച്ചും ശകാരിച്ചും വളർത്തണമെന്ന് പഴമക്കാർ പണ്ടേ പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ മക്കളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോലും തയ്യാറല്ല. ഇനി എങ്ങാനും വഴക്കു പറഞ്ഞാലോ അത് കുഞ്ഞുങ്ങളെ മാനസികമായി തളർത്തിയേക്കാം. തൃശൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് അമ്മ വഴക്കു പറഞ്ഞ മനോവിഷമത്തിലാണ്. ചേലക്കര ഗവൺമെന്റ് SMD സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അസീം സിയാദ് സ്കൂളിൽ നിന്നും നേരം വൈകി വന്നത് അമ്മ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടികളെ ചെറുപ്പം മുതലേ അടിച്ചും ശിക്ഷിച്ചും തന്നെ വളർത്തണം. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കുമെന്നതാണ് ചേലക്കരയിലെ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.